വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾക്കറിയാവുന്ന ചില കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. 4ാം സെമസ്റ്റർ പരീക്ഷകൾ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ ആരംഭിക്കുന്നത് ജൂൺ മാസം 10 മുതലാണ് 2019 അഡ്മിഷൻ ഓൺവേർഡ്സ്. അതുപോലെ തന്നെ ജൂൺ മാസം 23 മുതലാണ് 2ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ ആരംഭിക്കാൻ പോകുന്നത്. ഇതും 2019 അഡ്മിഷൻ ഓൺവേർഡ്സ് ആണ്. ഈ 2019 എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാരണം ഈ അഡ്മിഷനുള്ള വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അഥവാ തോറ്റ വിഷയം എഴുതാനുള്ള അവസാന ചാൻസ് ആയിട്ടാണ് ഈ വരുന്ന 4-2 സെമസ്റ്റർ പരീക്ഷകൾ. ഈ പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ ഇനി ഇവർക്ക് മുമ്പിലുള്ളത് 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ അഥവാ സ്പെഷ്യൽ എക്സാമിനേഷൻ ആണ്. ആയതുകൊണ്ട് ഇനിയുള്ള സമയം തക്കത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, അതായത് തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും കുറച്ചധികം ദിവസങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. മേ ബി അത് വർഷങ്ങളാവാനും സാധ്യതയുണ്ട്. 2016 വരെയാണ് 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ ഇതുവരെ കോൾ ഫോർ ചെയ്തിട്ടുള്ളൂ. 17-18 അതിനോടൊപ്പം 2019 ഒരുമിച്ച് കോൾ ഫോർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപകാരമാണ്. സാധാരണയായിട്ട് ഇറഗുലറായിട്ടാണ് ഇത് കോൾ ഫോർ ചെയ്യാറുള്ളത്. ആയതുകൊണ്ട് പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇതിനുവേണ്ടി മാറ്റിവെക്കുക. പ്രത്യേകിച്ച് സിലബസ്, നോട്ട്സ്, ക്ലാസ്സസ് അങ്ങനെയായിട്ട് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ തോറ്റു കഴിഞ്ഞാൽ നമ്മുടെ ഭാവിയാണ് ഇങ്ങനെ കുറച്ചധികം ദിവസത്തേക്ക് വേണ്ടി വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരിക. അതുകൂടാതെ മറ്റുള്ളവർ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് ഗ്രാജുവേഷൻ സെറമണിയും സർട്ടിഫിക്കറ്റുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു സെമസ്റ്ററിൽ ഒരു പരീക്ഷ മാത്രം തോറ്റത് കൊണ്ട് എനിക്ക് കിട്ടിയില്ല, ഫർദർ സ്റ്റഡീസിന് പോകാൻ പറ്റിയില്ല, ജോലിക്ക് പോകാൻ പറ്റിയില്ല എന്ന വിഷമത്തോടെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് മുൻകൂട്ടി പറയുന്നത്. എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്ന് പറയുകയാണെങ്കിൽ, പലരും നമ്മളെ വിളിച്ച് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില അവസരങ്ങളുള്ളത് കൊണ്ട് പല അവസരങ്ങളിലേക്ക് പോകാത്ത അവസ്ഥ വരുന്നത് കൊണ്ടാണ് വീണ്ടും ആവർത്തിക്കുന്നത്. പറയുന്നതിൻ്റെ ഔചിത്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.